യൂട്യൂബ് പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരും അതിൽ നിന്ന് പൈസ കിട്ടാനുള്ള മാർഗ്ഗങ്ങളും പിന്നെ ആ യൂട്യൂബ് നിങ്ങളറിയാതെ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആവാൻ അവർ അനുവദിക്കത്തില്ല. നിങ്ങളുടെ വീഡിയോ ഒരു മണിക്കൂർ കൊണ്ട് അത് അവർ തടയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വലിയ യൂട്യൂബർമാർ നിങ്ങളെ കയറി സബ്സ്ക്രൈബ് ചെയ്യും. അത് ഒരു കാരണവശാലും ഇതാവരുത്. നീണ്ട ലോങ് വീഡിയോകൾ കണ്ടാൽ മാത്രമേ യൂട്യൂബിന് വരുമാന മാർഗ്ഗം കിട്ടൂ. നെറ്റ് മുഖേനയായാലും പരസ്യം മുഖേനയായാലും. അതിനാണ് വീഡിയോ പരമാവധി വലിയ യൂട്യൂബർമാർ നീട്ടി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ ഭയങ്കര നെറ്റ് ഒരു ഇതാണ്, കൂടുതൽ സമയം കാണുക, അതാണ്. ആ ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല രീതിക്ക് കൂടെ ഷോർട്ട് വീഡിയോ ഓടിയാൽ മതി. 4000 വാച്ച് അവർ 5000 വാച്ച് അവർ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ശരി, അവർക്ക് കുറേ തരികട കാര്യങ്ങളുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. കാരണം ഇടയ്ക്ക് നമ്മളെ എന്നെ കയറിയ ഒത്തിരി വട്ടം ബ്ലോക്ക് ചെയ്തു. ഈ KL ബ്രോ പേരായിട്ട് എംബോട്ടേക്ക് അങ്ങനെ വന്ന പേര് പറയാമെന്നൊക്കെ ഒത്തിരി ഉണ്ട്. അവരെല്ലാം കയറി എന്നെ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്തതാണ്. കുറേ പേര് ചെയ്തിട്ട് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു 5000-ന് മേലെ 10Kക്ക് മേലൊക്കെ ഉള്ളവർ നമ്മളെ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ നമ്മളെ ഇടയ്ക്ക് പോകും. അതിൻ്റെ പ്രത്യേകത ഞാൻ 6 പേര് സബ്സ്ക്രൈബർ നമുക്ക് ഒന്നിച്ച് വരുമ്പം ഇടയ്ക്ക് ആൾക്കാർ പോകും. ഈ സബ്സ്ക്രൈബ് കാണിച്ചാൽ അതും അതിൽ നിന്ന് പോകത്തില്ല. പക്ഷേ നമ്മളെ ഫുള്ളി കിടക്കുന്നതിന് അതിൽ നിന്ന് പോകും. അത് ഇവർ വരയ്ക്കുന്നതെന്തോ നമുക്കറിയത്തില്ലെന്ന്. പൈസ കിട്ടുന്ന ഇവന്മാരെ ഒന്നും കൊള്ളത്തില്ല. യൂട്യൂബിൻ്റെ മെയിൻ വരുമാനം ഉണ്ടാക്കുന്നവരെല്ലാം ചിരിച്ചും കളിച്ച് കാണിക്കുന്നതല്ലാതെ യൂട്യൂബ് ഇവരോട് ലിങ്കുണ്ട്. ഒരേതിന് യൂട്യൂബിന് ഇവരൊരു പൈസ കൊടുക്കണം. യൂട്യൂബ് ഇവർ ഈ കണക്ക് പറയലെന്നിട്ട് അവരെ വീഡിയോകൾ ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരിക്കും, പറയാൻ ഓട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പബ്ലിക് ഇടുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ചെയ്യണം. അവർ ചെയ്യാതെ അവർ ഇന്ത്യയിൽ ചില വീഡിയോകൾ ഇന്ത്യയിൽ ഓടിച്ചങ്ങ് മടക്കും. ചിലത് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ അവസാനം നമ്പർ കൊടുത്തതിന് ശേഷം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് വിളിച്ചിട്ട് കൂട്ടുകാർ പറഞ്ഞാൽ അളിയാ നിൻ്റെ വീഡിയോ സൗദിയിൽ കിട്ടുന്നില്ല, ദുബായിൽ കിട്ടുന്നില്ല, ഖത്തറിൽ കിട്ടുന്നില്ല, ഒമാനിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ അവർ വിളിച്ച്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിയാ, പല വീഡിയോ നോക്കുമ്പോഴേ ഓടുന്നില്ല. ഇന്ത്യയിൽ ഓട്ടിക്കും അവർ 26%, 3%, 50%. എന്താണ്ടാ ഒരു ഓട്ടിക്കത്തില്ലേമാർ ഇതിലിട്ട് ഇതിപ്പോൾ ആൾക്കാർ ഇതിന് എന്താ പറഞ്ഞത് പൈസ മുടക്കി കളിച്ച് ഒരു ചൂതുകളി പോലായി സംഭവം. ഇത് അതിൽ പെട്ടുപോയി ആൾക്കാർ. പിന്നെ കിടന്ന് ഉരുകി ചെയ്യുന്നു. നല്ലത് സന്തോഷത്തോടെ പോവുക. ഇതൊരു തരികട പ്ലാറ്റ്ഫോം തന്നെ. അത് വിദേശിയുടെ സാധനത്തിന് വല്ല ഗ്യാരൻറ്റി ഉണ്ടോ? ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഗ്യാരൻറ്റി ഉള്ളത് നമുക്കേ ഉള്ളൂ, ഇന്ത്യക്കാർക്കേ ഉള്ളൂ. മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വോട്ട് കേരളത്തിൽ ഏറ്റവും ചങ്കുറപ്പുള്ളതും ധൈര്യമുള്ളതും എന്തിനും അണ്ടിക്കുറപ്പുള്ളത് കൊല്ലംകാർ തന്നെയാണ്. ലോകത്തെ രുചി എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ അണ്ടിയാണ്, കശുവണ്ടിയാണ്. തെറ്റിദ്ധരിക്കണ്ട. ആ ലോങ് പിടി ഉണ്ടെങ്കിൽ ലോങ് പിടി കാണണം. ഓക്കെ, ഒന്നും നോക്കണ്ട, അടിച്ച് കയറിക്കോ. കപ്പോ കള്ളോ എന്തുവാലും ശരി. ഓക്കെ.